Welcome to Special Functions for MSc Physics. നമ്മൾ ലെജൻഡർ ഇക്വേഷൻസ് ലെജൻഡർ പോളിനോമിയൽസ് എല്ലാം കണ്ടു. അടുത്ത ഇനി ലെജൻഡർ പോളിനോമിയൽസിൻ്റെ ജനറേറ്റിംഗ് ഫങ്ഷൻ ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത് ഇന്ന്. ഇങ്ങനൊരു ചോദ്യം വരാം. പ്രൂവ് ദാറ്റ് ഇൻ ദ റേഞ്ചസ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ആൻഡ് മോഡുലസ് ഓഫ് ഇസഡ് ഈസ് ലെസ് ദാൻ 1, 1/√1 - 2x z plus z square equals sigma over n equals 0 to infinity pnx z raised to n, where pnx's are the Legendre polynomials. ഇതിനെ ജനറേറ്റിംഗ് ഫങ്ഷൻ ഓഫ് ലെജൻഡർ പോളിനോമിയൽസ് എന്ന് പറയുക. അപ്പോൾ ഇതൊരു ലൈറ്റ് പ്രൂഫ് നമുക്ക് ഉണ്ടാക്കാം. let phi equals 1/√1 - 2xz plus z square 1, ഇക്വേഷൻ 1. ഇതിൽ എക്സ് 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 - 2z plus z square എന്ന് പറഞ്ഞാൽ 1 - z the whole square, അതിൻ്റെ റൂട്ട്. അപ്പോൾ 1/1 - z ഓർ 1 - z raised to -1. അത് ഇസഡിൻ്റെ മോഡുലസ് ഒന്നിൽ കുറവാണെങ്കിൽ നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ അതിന് കൊടുക്കാം. അപ്പോൾ അത് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ എക്സ് 1 ഇസഡിൻ്റെ വാല്യൂ 1 കുറവ് എങ്കിൽ ഇത് പോളിനോമിയലായിട്ട് ബൈനോമിയൽ സീരീസായിട്ട് എക്സ്പാൻഡ് ചെയ്യാം. നമ്മളിവിടെ ഇപ്പോൾ അത് ഒന്ന് ചർച്ച ചെയ്യുക. ഇപ്പോൾ ഇതിൽ നിന്നും ∂φ/∂z കാണുക. ഇതിന് ഇസഡ് കൊണ്ട് പാർഷ്യൽ ഡിഫറൻസിയേഷൻ കൊടുക്കുന്നു. ഇപ്പോൾ -12 into 1 - 2xz plus z square raised to -3/2 into -2x plus 2z. ഇവിടെ ഇസഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കട്ടെ, ഇസഡ് കൊണ്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് -2 ഇവിടുന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ -2 ഇതും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ പോയിട്ട് ഇത് 5³ എന്ന് വരും. കാരണം 1 - 2xz plus z square raised to -12 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 5. ദാറ്റ് raised to 3, അതായത് 3/2. അപ്പോൾ ഇത് 5³ അപ്പോൾ ചുരുക്കത്തിൽ ഇത് x - z ഇൻറ്റു 5³ എന്ന് വരും, ഇക്വേഷൻ നമ്പർ 2. ഇനി എക്സ് കൊണ്ട് പാർഷ്യൽ ഡിഫറൻസ് എടുക്കുക. ∂φ/∂x ഈക്വൽസ് -12 ഇൻറ്റു 1 - 2xz plus z square the whole raised to -3/2 into -2z. എക്സ് മാത്രമേ വേരിയബിൾ ഉള്ളൂ. മുമ്പേ കണ്ട പോലെ -2 ക്യാൻസൽ ചെയ്യുക. മാത്രമല്ല ഇത് 5³ ആണ്. അപ്പോൾ z ഇൻറ്റു 5³ എന്ന് വരും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. 2 divided by 3 ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ∂φ/∂z by ∂φ/∂x ഈക്വൽസ് x - z by 5³ ക്യാൻസൽ ചെയ്യും by z, or z into ∂φ/∂z equals x - z into ∂φ/∂x. Let it be equation number 4. Dividing equation 2 by phi square, ഇതിനെ phi square കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1/phi² ഇൻറ്റു ∂φ/∂z ഈക്വൽസ് x - z ഇൻറ്റു 5. 1/phi² എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് 1 - 2xz plus z square ഇൻറ്റു ∂φ/∂z ഈക്വൽസ് x - z ഇൻറ്റു 5. അപ്പോൾ let it be equation number 5. സ്റ്റെപ്സ് ശ്രദ്ധിക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾ എഴുതി പോകാമെന്ന് നിങ്ങൾക്ക് എളുപ്പം
മനസ്സിലാക്കാം, നിങ്ങൾക്ക് ചെയ്ത് പൂർത്തിയാക്കാം. ഇനി ലെറ്റ് us represent 5 ആസ് എ സീരീസ്, പവർ സീരീസ് ആയിട്ട് ഇതൊന്ന് എക്സ്പ്രസ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. 5 ഈക്വൽസ്, കാരണം ഇത് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ലെജൻഡർ പോളിനോമിയലിനെ റെപ്രസെൻറ്റ് ചെയ്യും, അതിൽ നിന്ന് ലെജൻഡർ പോളിനോമിയൽസ് ടാപ്പ് ചെയ്യാവുന്ന നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ലെറ്റ് us represent 5 as 5 equals sigma over n equals 0 to infinity an z raised to n, that is equation 6, where an is a polynomial in x of degree n. ഇത് ലെജൻഡർ പോളിനോമിയൽ ആണെന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാം, അതിനുള്ള പുറപ്പാടാണ്. ടേക്ക് ദി ജനറൽ ടേംസ് ഇൻ ഇക്വേഷൻ 6. ഇക്വേഷൻ 6-ലെ നമുക്ക് z-1 കോഎഫിഷ്യൻസ് ടാപ്പ് ചെയ്യണം ഭാവിയിൽ വരുമ്പോൾ. അപ്പോൾ ഉടനെ തന്നെ അപ്പോൾ നമുക്കതിന് വേണ്ടി ഇതിനകത്ത് ചില ജനറൽ ടേംസ് എടുക്കുന്നു. ഇപ്പോൾ 5 ഈക്വൽസ് an-2 z raised to n-2 പ്ലസ് an-1 z raised to n-1 പ്ലസ് an z raised to n. ഈ 3 ജനറൽ ടേംസ് എടുക്കുന്നു. ഇതിനെ ∂φ/∂z ഇതിൽ നിന്നും കണ്ടുപിടിക്കുക. അപ്പോൾ an-2 ഇൻറ്റു z കൊണ്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. an is a function of x, പോളിനോമിയൽ ഓഫ് ഇൻ എക്സ് ഓഫ് ഡിഗ്രി n എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് z കൊണ്ട് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ∂φ/∂z ഈക്വൽസ് n-2 an-2 z raised to n-3 പ്ലസ് n-1 ഇൻറ്റു an-1 z raised to n-2 പ്ലസ് n z raised to n-1. ഇനി എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ∂φ/∂x ഈക്വൽസ് ഇവിടെ an-ൽ എക്സ് ഉണ്ട്. അപ്പോൾ dan-2/dx. ഇപ്പോൾ ഈ എക്സ് കൊണ്ട് മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് നമ്മൾ ഈ ടോട്ടൽ ഡെറിവേറ്റീവായിട്ട് അങ്ങ് എഴുതുക. അപ്പോൾ dan-2/dx ഇൻറ്റു z raised to n-2 പ്ലസ് dan-1/dx z raised to n-1 പ്ലസ് അവിടം വരെ എഴുതാൽ മതി, കാരണം ഇത് എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ z raised to n ആ കിട്ടുന്നത്, നമുക്കത് ആവശ്യമില്ലാട്ടെ. ഇൻട്രൊഡ്യൂസിങ് 5 and ∂φ/∂z in equation 5. ഇക്വേഷൻ 5-ലോട്ട് ഈ ഇക്വേഷനിലോട്ട് 5ഉം ∂φ/∂z ഇപ്പോൾ കിട്ടിയതും കൂടെ ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? അപ്പോൾ ഇൻട്രൊഡ്യൂസിങ് 5 and ∂φ/∂z in equation 5, അതിൽ z raised to n-1 ടേം വരെ കിട്ടുന്ന മാത്രം എഴുതാൽ മതി. അപ്പോൾ ∂φ/∂z ഈക്വൽസ് ഇക്വേഷൻ 1-ൽ 5-ൽ ഇത് ടേംസ് ബ്രാക്കറ്റ് മാറ്റിയ 1 ഇൻറ്റു ∂φ/∂z മൈനസ് 2xz ∂φ/∂z പ്ലസ് z² ∂φ/∂z ഈക്വൽസ് x5 മൈനസ് z5. അപ്പോൾ ∂φ/∂z മൈനസ് 2xz ∂φ/∂z പ്ലസ് z² ∂φ/∂z ഈക്വൽസ് x5 മൈനസ് z5. അതുകൊണ്ട് 5ഉം ∂φ/∂z ഇപ്പോൾ കിട്ടിയ വാല്യൂസ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ an z raised to n-1 ഈ ഒരു ടേം എടുത്താൽ മതി ഫസ്റ്റിൽ, കാരണം z raised to n-1 വരുന്ന ഈ ഒരു ടേമേ ഉള്ളൂ. മൈനസ് 2xz ഇൻറ്റു ∂φ/∂z. അപ്പോൾ അവിടെ n-1 an-1 ഇൻറ്റു z raised to n-2 പ്ലസ് z² n-1 2 ഇൻറ്റു an പ്ലസ് n-2 z raised to n-3 ഈക്വൽസ്. കാരണം നമുക്ക് ഫൈനൽ ആൻസറിൽ നമുക്ക് z raised to n-1 കിട്ടാവും. അതിന് വേണ്ടി അതിനാവശ്യമുള്ള ടേംസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈക്വൽസ് റൈറ്റ് സൈഡിൽ x5 an-1 z raised to n-1
minus z5. z n minus 2 z raised to n minus 2. കാരണം ഇവിടെ z raised to n minus 2 കൂടെ എടുക്കുമ്പോൾ z raised to n minus 1 വരും. അപ്പോൾ ഇത് അനുയോജ്യമായ ടേംസ് മാത്രം നമുക്ക് എഴുതാൻ മതി. ഇതിപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ n minus 2x into n minus 1 into n minus 1 plus n minus 2 n minus 2 the whole into z raised to minus 1 the whole z raised to n minus 1 equals x n minus 1 minus n minus 2 into z raised to n minus 1. Equating the coefficients of z raised to n minus 1 and simplifying. ഈ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് n minus x into 2n minus 1 n minus 1 plus n minus 1 n minus 2 equals 0. എല്ലാ ടൈമും ലെഫ്റ്റിലോട്ട് മാറ്റി 0 ആക്കുക റൈറ്റ് സൈഡിൽ. let it be equation 7. ഇതുപോലെ introducing phi and dou phi by dou z, introducing dou phi by dou z and dou phi by dou x in equation 4. Equation 4-ലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഈ ബോക്സ് ഇതിനകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇൻട്രൊഡ്യൂസിങ് നമുക്ക് കിട്ടുന്നത് z dou phi by dou z equals x minus z into dou phi by dou x. ഇതാണല്ലോ ഇക്വേഷൻ 4. ഇത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ x ഇൻറ്റു dou phi by dou x പ്ലസ് മൈനസ് z ഇൻറ്റു dou phi by dou x. ആൻഡ് ഇക്വേറ്റിംഗ് ദി കോഎഫിഷ്യൻസ് ഓഫ് z raised to n minus 1. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ dou phi by dou z dou phi by dou xും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് z raised to n minus 1-ൻ്റെ ടേംസ് കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് x dn minus 1 by dx minus dn minus 2 by dx equals n minus 1 n minus 1 എന്ന് വരും. Let it be equation 8. Replace n by n plus 1 in equation 8. ഇവിടെ n plus 1-ൻ്റെ സ്ഥാനത്ത് n വരത്തക്ക വിധത്തിൽ എഴുതുമ്പോൾ ഇത് ഇങ്ങനെ വരുമല്ലോ. x a n minus 1-ൻ്റെ n-ൻ്റെ സ്ഥാനത്ത് n plus 1 എന്ന് കൊടുക്കുക. അപ്പോൾ n plus 1 minus 1 പറയുമ്പോൾ n. അപ്പോൾ x into d an by dx മൈനസ് d a n minus 1 എന്ന് വരുത്. n-ൻ്റെ സ്ഥാനത്ത് n plus 1 എന്ന് കൊടുക്കുമ്പോൾ n plus 1 minus 2 n minus 1 by dx equals n a n. Equation number 9. Differentiate equation 7 with respect to x. ഇതിനെ x കൊണ്ട് അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് n into d an by dx മൈനസ് 2n minus 1 into ഇത് x into an minus 1 പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ 2n minus 1 x into dn minus 1 by dx plus an minus 1 into differential of x with respect to x is 1 plus n minus 1 into dn minus 2 by dx equals 0 എന്ന് വരും. Eliminating dn minus 2 by dx using equation 8. Equation 8-ൽ നിന്നും dn minus 2 by dx എടുത്തിട്ട് ഇപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് റിസൾട്ടിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് dn by dx മൈനസ് x into dn minus 1 by dx equals n a n minus 1. Equation 10. Equation 9-നെ മൈനസ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഇക്വേഷൻ 10-ൻ്റെ കൂടെ അത് ആഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇക്വേഷൻ 9 into മൈനസ് എക്സ് ആൻഡ് ആഡ് ടു ഇക്വേഷൻ 10. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് എക്സ് സ്ക്വയർ dn by dx പ്ലസ് എക്സ് ഇൻറ്റു
dan minus 1 by dx plus dan by dx minus x dan minus 1 dx minus equals minus n xn an plus n an minus 1. ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഓർ 1 മൈനസ് എക്സ് സ്ക്വയർ, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം. 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എൻ ബൈ ഡി എക്സ് ഈക്വൽസ് എൻ ഇൻറ്റു എ എൻ മൈനസ് 1 മൈനസ് എക്സ് എ എൻ. ഇതിന് എക്സ് കൊണ്ടങ്ങ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് സിംപ്ലിഫൈങ് ദി റിസൾട്ട്സ് with the help of equation 9. Equation 9. ഇതിൻ്റെ ഹെൽപ്പും ഉപയോഗിക്കുക. അപ്പോൾ സിംപ്ലിഫൈങ് ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് സിംപ്ലിഫൈങ് ദി റിസൾട്ട്സ്. ഇതിനെ എക്സ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സിംപ്ലിഫൈങ് ദി റിസൾട്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇക്വേഷൻ 9 വി ഗെറ്റ് 1 minus x square d square n by dx square, second derivative വരുമല്ലോ, ഡിഫറൻസ് ചെയ്യും, മൈനസ് 2x dn by dx പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 an ഈക്വൽസ് 0 എന്ന് വരും. ഇത് ലെജൻഡർ ഇക്വേഷൻ്റെ ഫോർമുല, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമുല. അവിടെ this is of the form of Legendre equations. 1 minus x square y double dash. ഇവിടെ വൈയുടെ സ്ഥാനത്ത് എ എന്ന് വന്നു എന്നുള്ള വ്യത്യാസമുള്ളൂ. മൈനസ് 2x ഇൻറ്റു വൈ ഡാഷ് പ്ലസ്, ഞാൻ നേരത്തെ നമ്മൾ എൻ്റെ സ്ഥാനത്ത് പി ആ കൊടുത്തിരുന്നത്, പി ഇൻറ്റു ബി പ്ലസ് 1 ഇൻറ്റു വൈ. ഇനി ഇവിടെ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n ഈക്വൽ 0, വിച്ച് മീൻസ് n ഈസ് എ സൊല്യൂഷൻ ഓഫ് Legendre ഇക്വേഷൻ. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ ലെജൻഡർ ഫോമിലാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എൻ എന്ന് പറയുന്നത് ഈ ലെജൻഡർ ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. അതായത് ആ സൊല്യൂഷനാണല്ലോ നമുക്ക് ലെജൻഡർ പോളിനോമിയൽസ് എന്ന് പറയാം. ചുരുക്കത്തിൽ ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ പി എൻ എക്സ് ആണ്. ഇത് കിട്ടിയത് 5 ഈക്വൽസ് 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് 2x z പ്ലസ് z സ്ക്വയർ. ഇതിൽ നിന്നാണ് കിട്ടിയത്. ചുരുക്കത്തിൽ ദിസ് ഈസ് നത്തിങ് ബട്ട് സിഗ്മ n ഈക്വൽ 0 ടു ഇൻഫിനിറ്റി ഓഫ് പി എൻ എക്സ് z റേസ് ടു n. അപ്പോൾ ഇത് ഈ ഫംഗ്ഷനിലെ z റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത് ലെജൻഡർ പോളിനോമിയൽസ്. ദിസ് ഈസ് വാലിഡ് ഇൻ ദി റേഞ്ച് -1 ലെസ് ദാൻ എക്സ് മൈനസ് ലെസ് ദാൻ 1 ആൻഡ് മോഡുലസ് ഓഫ് z ലെസ് ദാൻ 1. ബാക്കി നമുക്ക് അടുത്ത പോസ്റ്റിംഗ് കാണാം. താങ്ക് യു.